ICCയുടെ T20 ലോകകപ്പ് 6 മാസത്തിനകം നടക്കാനിരിക്കെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന T20 പരമ്പരകളിലെല്ലാം യുവതാരങ്ങളെയാണ് ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകകപ്പിന് മുമ്പ് ഇവരിൽ നിന്നും ഏറ്റവും മികച്ചവരെ കണ്ടെത്തി ശക്തമായ ഒരു പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. അടുത്ത വർഷം ജൂണിൽ വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക എന്നിവിടങ്ങളിലായിട്ടാണ് T20 ലോകകപ്പ് നടക്കുക. സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയ്ക്ക് ശേഷം ഒരേ ഒരു T20 പരമ്പര മാത്രമേ ഇന്ത്യക്കുള്ളൂ. ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ നാട്ടിലാണ് 3 മത്സരങ്ങളുള്ള ഈ പരമ്പര. 15 പേര് ഉൾപ്പെടുന്ന സ്ക്വാഡിനെയായിരിക്കും T20 ലോകകപ്പിനായി ഇന്ത്യക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. അടുത്ത വർഷത്തെ IPLന്റെ പ്രകടനം കൂടി പരിഗണിച്ച് മാത്രം ലോകകപ്പ് സംഘത്തെ തീരുമാനിക്കുകയുള്ളൂ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ നായകൻ വിരാട് കോഹ്ലി, സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എന്നിവരൊന്നും സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിൽ ടീമിന്റെ ഭാഗമല്ല. ഓസ്ട്രേലിയക്കെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിലും 3 പേര് കളിച്ചിരുന്നില്ല. ഇനി അഫ്ഗാനിസ്ഥാനെതിരെ ഇവർ ടീമിലുണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ IPLൽ ഭിന്നിച്ചാൽ ഇവർക്ക് T20 ലോകകപ്പിൽ ടീമിലേക്ക് വിളിയെത്തിയേക്കും. രോഹിത്, കോഹ്ലി, ഹാർദിക് എന്നിവർ മടങ്ങിയെത്തിയാൽ ഇന്ത്യൻ T20 ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള യുവതാരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലങ്കൈൻ ഓപ്പണിംഗ് പാർട്ണർ ഋതുരാജ് ഗെയ്ക്വാദാണ് ഈ ലിസ്റ്റിൽ ആദ്യത്തെ ആൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ലെങ്കിലും ഇപ്പോൾ കൂടുതൽ മികച്ച പ്രകടനങ്ങളാണ് ഋതുരാജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ അടുത്തിടെ നടന്ന 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ ടോപ്പ് സ്കോറർ അദ്ദേഹമായിരുന്നു. കന്നി T20 സെഞ്ചുറിയും ഋതുരാജ് പരമ്പരയും കുറിച്ചിരുന്നു. ഈ വർഷം ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചതും അദ്ദേഹമായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജിന്റെ മിടുക്ക് കൂടിയാണ് ഇത് തെളിയിച്ചിരിക്കുന്നത്. പക്ഷേ രോഹിത് തിരിച്ചെത്തിയാൽ അദ്ദേഹത്തിന്റെ T20യിൽ സ്ഥാനം നഷ്ടമാവും. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമായിരിക്കും ടീമിലെ മറ്റു ഓപ്പണർമാർ. ഇടകൈ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനാണ് ഇന്ത്യൻ ടീമിലെ സ്ഥാനം തെരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ആൾ. നിലവിൽ 3-ാം നമ്പറിലാണ് T20യിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കോഹ്ലി തിരിച്ചെത്തിയാൽ ആ സ്ഥാനം ഇഷാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായി വരും. കോഹ്ലി ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിലെ റൺ വേട്ടക്കാരിൽ മുന്നിലെത്തിയത് കോഹ്ലിയായിരുന്നു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ അദ്ദേഹത്തെ തടഞ്ഞാൽ അത് അർത്ഥമായിരിക്കും. ഫാസ്റ്റ് ബോളർ മുകേഷ് കുമാറാണ് ഇന്ത്യൻ T20 ടീമിൽ നിന്ന് പുറത്തു പോകാനുള്ള 3ാമത്തെ താരം. ഹാർദിക് ടീമിലുണ്ടെങ്കിൽ മുകേഷിന്റെ പിന്നീട് ഇന്ത്യക്ക് വേണ്ടി വരില്ല. വിക്കറ്റുകളെടുക്കാൻ ശേഷിയുള്ള ബോളർ മാത്രമല്ല, ബമ്പർ ഷോട്ടുകൾക്ക് ശേഷിയുള്ള ബാറ്റർ കൂടിയാണ് ഹാർദിക്. മുകേഷ് ആവട്ടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അധിക അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇതിനകം കളിച്ച കഴിഞ്ഞ മത്സരങ്ങളിൽ ചില ഹൃദയമായ പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു.